ദേവാമൃതം. ദേവാമൃതത്തിൽ ഇനി വാസ്തുശാസ്ത്രം. ദേവാമൃതം. വാസ്തു ജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾ നമുക്ക് നിർദ്ദേശിച്ചു തരുന്നതിനും ഒപ്പം വാസ്തുശാസ്ത്രത്തെക്കുറിച്ച് നിരവധിയായ സംശയങ്ങൾക്ക് മറുപടി തരുന്നതിനുമൊക്കെയായി പ്രമുഖ വാസ്തു ജ്യോതിഷാചാര്യൻ ശ്രീ ഡെന്നിസ് ജോ ആണ് നമ്മളോടൊപ്പം ഉള്ളത്. അദ്ദേഹത്തെ വളരെ സ്നേഹാദരങ്ങളോട് നമുക്ക് ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. ഇന്നത്തെ കത്തിലേക്ക് പോകാം. ഏറെ ബഹുമാനം നിറഞ്ഞ ഡെന്നിസ് ജോയ് സാറിന്, ഞാൻ 25 സെൻറ്റ് സ്ഥലത്ത് ഇവിടെ വീട് പണിതു. ആ വീട് പൊളിച്ചു കളഞ്ഞ് പുതിയ വീട് വയ്ക്കുവാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. അതനുസരിച്ചൊരു പ്ലാൻ വരച്ചിട്ടുണ്ട്. ഇതിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണമെന്ന് പറഞ്ഞു തരണം. സ്ഥലത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നും ഗണിക്കണം. സ്ഥലത്തിൻ്റെ വീടിൻ്റെ പ്ലാനും വിശദാംശങ്ങളും ഇതോടൊപ്പം വയ്ക്കുന്നു. ദയവായി മറുപടി തന്നെ സഹായിക്കണേ സർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവർ ഓൾറെഡി ഇതിനകത്തൊരു പഴയ വീട് നിൽപ്പുണ്ട്. ആ ഒരു പഴയ വീട് ഇവർ പൊളിച്ച് കളയുമ്പോൾ അതിൻ്റെ ബേസിക് ഫൗണ്ടേഷൻ്റെ കല്ല് പൂർണ്ണമായിട്ട് എടുത്ത് മാറ്റിയെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം വേണം ഇവർ പൊളിച്ച് മാറ്റുവാനായിട്ട്. അതുപോലെ നല്ലൊരു സമയം കുറിച്ചിട്ട് വേണം പഴയ വീട് പൊളിക്കാനുള്ളൊരു സമയം കുറിക്കണം. അതുപോലെ പുതിയ വീടിൻ്റെ കല്ലിടുമ്പോൾ നല്ലൊരു സമയം കുറിച്ചിട്ട് നല്ലൊരു സമയത്ത് ഇവർ തുടങ്ങുകയാണെങ്കിൽ അത് ഐശ്വര്യമാണ്. അതുപോലെ ഈ ഒരു പഴയ വീടിൻ്റെ പ്ലാനും പുതിയ വീടിൻ്റെ പ്ലാനും ഞാൻ എടുക്കുന്ന സമയത്ത് പഴയ വീടിൻ്റെ ഒരു 10 മീറ്ററോളം കിഴക്കോട്ട് നീങ്ങിയിട്ട് ഒരു കിണർ നിൽപ്പുണ്ട്. അപ്പോൾ ഇവർ പുതിയ വീട് വെക്കുമ്പം ഈ പഴയ കിണർ കിഴക്കോടൊക്കെ ഭാഗത്ത് നിൽക്കുന്ന കിണറാണ്, അത് പൊളിച്ച് കളയണമെന്നില്ല. അപ്പോൾ ഇവർ മതിൽ കെട്ടുമ്പം ആ കിണർ കിഴക്കോടൊക്കെ ഭാഗത്ത് വരത്തക്കോണം രീതിയിൽ ഇവർ മതിൽ പ്ലാൻ ചെയ്ത് പോവുക. അത് തന്നെയല്ല, ഇവർ വീടിൻ്റെ ഫൗണ്ടേഷൻ കെട്ടി കഴിയുമ്പം ഈ വീടിൻ്റെ കിഴക്കോടക്ക് മൂലയും വസ്തുവിൻ്റെ കിഴക്കോടക്ക് മൂലയും തമ്മിൽ ഒരു വര വരച്ചാൽ ആ വര ബ്രേക്ക് ചെയ്യാത്ത രീതിയിൽ വേണം കിണർ വരാൻ. കാരണം വെച്ചാൽ ഈശാൻ്റെയൊക്കെ മുറിയാൻ പാടില്ല, എങ്കിലേ അതുകൊണ്ടുള്ള ഗുണഫലങ്ങൾ ഇവർക്ക് കിട്ടുകയുള്ളൂ. അതുപോലെ ഇതിനകത്ത് ശരിക്കും വസ്തു ഒരു എൽ ഷേപ്പ് പ്ലോട്ടായിട്ട് കാണുന്നുണ്ട്. ഇവർ മതിൽ കെട്ടുമ്പം ഈ എൽ ഷേപ്പ് സ്ക്വയർ ചെയ്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദോഷങ്ങൾ മാറിക്കിട്ടും. അതുപോലെ നിലവിലെ വീടിൻ്റെ കിഴക്കുടക്ക് ഭാഗത്തായിട്ട് ഒരു നായ്ക്കൂട് കാണുന്നുണ്ട്. കാരണം ചില കിഴക്കുടക്ക് ഭാഗത്ത് ഒരു കാരണവശാലും നമ്മൾ നായ്ക്കൂട് കൊടുക്കാറില്ല. അത് പുതിയ വീട് വെക്കുമ്പം അത് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് മാറ്റി സ്ഥാപിക്കുക. അതുപോലെ ഇതിൻ്റെ പൂജാ റൂം ഇപ്പം പുതുതായിട്ട് എനിക്ക് വരച്ചിരിക്കുന്ന പൂജാ റൂം കിഴക്കുടക്ക് ഭാഗത്തായിട്ടാണ് പൂജാ റൂം കൊടുത്തിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ വാതിൽ കൊടുത്തിരിക്കുന്ന വെളിയിലോട്ടാണ് കാണുന്നത്. അത് വീടിനകത്തോട്ട് ദർശനമായിട്ടുള്ള വാതിൽ കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്ററാണ്. അതുപോലെ പുതിയ വീടിൻ്റെ പ്ലാനിൽ 170 സെൻറ്റിമീറ്റർ കൂടി കൂട്ടിയെടുത്തെങ്കിൽ അത് 79 കോൽ വരത്തുള്ളൂ. പുരാട നക്ഷത്രമാണ്, വൃശ്ചയോനിയാണ്, ഉത്തമമായിട്ടുള്ള കണക്കിലേക്ക് അത് മാറിക്കിട്ടും. അപ്പം ചുറ്റളവ് കൃത്യമാക്കുക. അതുപോലെ ബെഡ്റൂമിൻ്റെ സൈസ് ഒരു 80 സെൻറ്റിമീറ്റർ കൂടി കൂട്ടിയെടുത്തെങ്കിൽ മാത്രമേ കൃത്യമായിട്ടുള്ള ഒരു ചുറ്റളവിലേക്ക് അത് വരികയുള്ളൂ. കാരണം ഇപ്പോൾ അത് നിൽക്കുന്ന മരണച്ചുറ്റിലാണ്. 80 സെൻറ്റിമീറ്റർ കൂടി കൂട്ടിയെടുക്കുമ്പോൾ അത് ബാല്യത്തിലേക്ക് വരും. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദോഷങ്ങളൊന്നും ഇപ്പോൾ വരികയില്ല. അതുപോലെ വസ്തുവിൻ്റെ തെക്ക് ഭാഗത്ത് തെക്കോട്ടൊരു ഏങ്കോൺ ഇപ്പോൾ കാണുന്നുണ്ട്. ആ ഒരു ഭാഗം നമ്മൾ മതിൽ കെട്ടുമ്പോൾ ഭൂമിക്ക് അടിയിൽ കൂടി ബേസിക് ഫൗണ്ടേഷൻ കൊടുത്ത് അത് സ്ക്വയർ ചെയ്തെടുക്കുക. അതുപോലെ വസ്തുവിൽ കാര്യമായിട്ടുള്ള ദോഷങ്ങളൊന്നും ഞാൻ കാണുന്നില്ല. കാരണം ഇതിനകത്ത് ഇത്രയും കാലം ഇവർ ഇതിനകത്ത് താമസിച്ചുകൊണ്ടിരുന്ന വസ്തുവാണ്. അപ്പം അതുമായിട്ട് എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ തീർച്ചയായും ഇവർക്ക് നേരത്തെ തന്നെ അറിയാൻ പറ്റുമായിരുന്നു. പിന്നെ പഴയ വീടിന് ചെറിയ ചെറിയ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ പുതിയ വീട് വെക്കുമ്പോൾ ആ ഒരു പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചിട്ട് വേണം നമ്മൾ വീട് പ്ലാൻ ചെയ്യാനായിട്ട്. എനിക്ക് തന്നിരിക്കുന്ന പ്ലാനിൽ ഈ ഒരു കാര്യങ്ങൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രം ഒന്ന് കൃത്യമാക്കി ഒന്ന് എടുത്ത ശേഷം എനിക്ക് വീണ്ടും ഒന്നുകൂടെ റിപ്ലൈ അയച്ചു തരിക. അപ്പോൾ തീർച്ചയായും ഞാൻ അതിന് മറുപടി തരും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമേ എനിക്ക് ഇന്നത്തെ പറയാനുള്ളൂ. ഈ ഒരു കാര്യം കറക്റ്റ് ചെയ്ത ശേഷം ഇവർക്ക് വീട് പണി സ്റ്റാർട്ട് ചെയ്യും. മൃഗങ്ങളുടെ ഡയറക്ഷൻ പറഞ്ഞല്ലോ, കിഴക്ക് പടിഞ്ഞാറ് അത് പാടില്ല എന്ന് പറഞ്ഞല്ലോ. കൂടൊക്കെ വളരെ കോസ്റ്റ്ലി ആയിട്ട് പണിഞ്ഞു വെച്ചിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റും? നിലവിൽ ആ കൂടെ അവിടെ നിലനിർത്തിക്കൊണ്ട് എന്നാൽ വേറെ എന്തെങ്കിലും പരിഹാര മാർഗ്ഗങ്ങൾ? കിഴക്കോടൊക്കെ ഭാഗത്ത് എപ്പോഴും എനർജി തെക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് പോകുന്നതുകൊണ്ട് ആ ഒരു ഭാഗത്ത് എപ്പോഴും നമുക്ക് ശുദ്ധമായിട്ട് കൊണ്ട് നടക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ആവശ്യമില്ലാതെ സെപ്പറേറ്റ് ടാങ്കുകളോ കുളിമുറികളോ അങ്ങനെയുള്ള ഒന്നും നമ്മളവിടെ കൊടുക്കാറില്ല. പിന്നെ നമ്മളൊരു ജീവികളെ വളർത്തുമ്പം അതിന് കൃത്യമായിട്ടുള്ളൊരു ദിശയുണ്ട്, എങ്കിലും അതിന് നല്ല ആരോഗ്യവും അത് കാണാനൊക്കെ നല്ല സുന്ദരമായിട്ടിരിക്കും. കണ്ണ് അതിന് അസുഖങ്ങളൊന്നും വരില്ല. കുറച്ചുകൂടെ ബെറ്റർ ഏരിയ എന്ന് പറയുന്നത് വടക്ക് പടിഞ്ഞാറാണ്. അപ്പോൾ ചില വീടുകളൊക്കെ ഉണ്ടാകും, ചിലപ്പം ഈ കോഴിയൊക്കെ വളർത്തുന്ന ഫാമുകളൊക്കെ തെക്ക് ഭാഗത്ത് കൊണ്ട് വെച്ചേക്കുന്നതായിട്ട് കണ്ടുവരാറുണ്ട്. കാരണം വെച്ചാൽ ആ ഒരു ഏരിയയിൽ ഹീറ്റ് വളരെ കൂടുതലാണ്. അപ്പോൾ അവിടെ ചൂട് വളരെ കൂടുതലായതുകൊണ്ട് അവിടെ ചിലപ്പോൾ നമ്മൾ നായ്ക്കൂട് സ്ഥാപിക്കുമ്പോഴും അല്ലെങ്കിൽ ഇതുപോലെ കോഴിക്കൂടൊക്കെ സ്ഥാപിക്കുമ്പോഴും അതിന് പെട്ടെന്ന് ഇൻഫെക്ഷൻ വരാം. അല്ലെങ്കിൽ പശുക്കളെയൊക്കെ വളർത്തുമ്പോൾ കന്നുകാലികളെയൊക്കെ വളർത്തുമ്പോൾ അതിന് പെട്ടെന്ന് ഇൻഫെക്ഷനൊക്കെ വരികയും അതിന് അലർജി, സ്കിൻ അലർജികളും ഒക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. പലപ്പോഴും തെക്ക് ഭാഗത്ത് നായ്ക്കൂടുള്ള വീടുകൾ ശ്രദ്ധിച്ചാൽ അതിൻ്റെ രോമങ്ങളൊക്കെ പെട്ടെന്ന് പൊഴിഞ്ഞു പോവുകയും അതിന് ചിലപ്പോൾ ഈ സ്കിന്നിന് സംബന്ധമായിട്ട് അലർജി പ്രശ്നങ്ങളൊക്കെ വരാനുള്ള കാരണമായി തീരുന്നതാണ്. അപ്പം എപ്പോഴും നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യും. ഞാൻ നേരത്തെയുള്ള എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്, വാസ്തുവിനെ സംബന്ധിച്ച് അതിന് 8 ദിക്കും 8 കാര്യങ്ങളായിട്ട് നമുക്ക് വിഭജിച്ചാൽ ഓരോ ദിക്കിലും വരുത്തേണ്ടതായ കാര്യങ്ങൾ നമുക്ക് എപ്പോഴും വാസ്തുവിൽ പറഞ്ഞിട്ടുണ്ട്. ഇന്ന സ്ഥലത്ത് ഇന്നത് ചെയ്യാം. ഒരു നായ്ക്കൂട് വെക്കുവാണെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ളൊരു സ്ഥാനം പറഞ്ഞിട്ടുണ്ട്. കിച്ചൺ വെക്കുവാണെങ്കിൽ അതിന് സ്ഥാനം പറഞ്ഞിട്ടുണ്ട്. ബെഡ്റൂമിനൊരു സ്ഥാനം പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ
മാക്സിമം അതിൻ്റെ ഗുണഫലങ്ങൾ നമുക്ക് കിട്ടും. കാരണം വെച്ചാൽ നമ്മളിപ്പോൾ ഒരു വളർത്തുമൃഗങ്ങളെ വളർത്തിയാൽ അതിന് നല്ല ആരോഗ്യമായിട്ട് നിൽക്കാനാണല്ലേ നമുക്ക് എപ്പോഴും ആഗ്രഹം. പക്ഷേ അത് കൃത്യമായിട്ടുള്ളൊരു സ്ഥാനത്താവുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിന് നല്ല ഹെൽത്ത് കിട്ടും, ആരോഗ്യം കിട്ടും, അത് കാണാൻ നല്ല ബ്യൂട്ടി ആയിരിക്കും. അപ്പം അത് അതിൻ്റെ സ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് വളരെയധികം പ്രാധാന്യമുണ്ട്. പക്ഷേ ചിലപ്പോൾ സ്ഥലപരിമിതി മൂലം ചിലപ്പോൾ മതിലേലോട് ചേർത്ത് കെട്ടിയിരിക്കുന്ന കണ്ടുണ്ട്. ചില നായ്ക്കൂടുകളൊക്കെ മതിലേലോട് ചേർത്ത്. ഒരു വീടിന് മതിൽ കെട്ടുന്നത് തന്നെ വീടിന് വെളിയിൽ നിന്നുള്ള ദോഷം വീടിനകത്തോട്ട് കടന്നു വരാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള നായ്ക്കൂടൊക്കെ നമ്മൾ അതിലോട്ട് ചേർത്ത് കെട്ടുമ്പോൾ ആ മതിലിൻ്റെ മൊത്തം നെഗറ്റീവ് ഊർജ്ജവും ഈ നായ്ക്കൂടിനും ബാധിക്കും. അപ്പോൾ അതിനകത്ത് നമ്മൾ വളർത്തുന്ന ഏത് ജീവികളാണെങ്കിലും അതിനെ അത് എഫക്റ്റ് ചെയ്യുകയും ചെയ്യും. പക്ഷേ ഈ പറഞ്ഞ പോലെ നമ്മളൊരു നായ്ക്കൂട് വെക്കുമ്പോഴും അല്ലെങ്കിൽ വളർത്തുമൃഗങ്ങളെ വെക്കാനുള്ള ഒരു കൂട് നമ്മൾ സ്ഥാപിക്കുമ്പോഴും അത് കൃത്യമായിട്ടുള്ളൊരു സ്ഥാനത്താണെന്ന് ഉറപ്പുവരുത്തിയിട്ട് ചെയ്യുക. തീർച്ചയായും അതിൻ്റെ ഗുണഫലങ്ങൾ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. വാസ്തുശാസ്ത്രത്തിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. വാസ്തു ജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾക്ക് വാസ്തു ജ്യോതിഷാചാര്യൻ ശ്രീ ഡെന്നിസ് ജോയിൽ നിന്ന് നേരിട്ട് മറുപടി ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പ്രശ്നപരിഹാരങ്ങളും സംശയ ദൂരീകരണവും ഉറപ്പുവരുത്താവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ വാസ്തു ജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾക്ക് ഞങ്ങൾക്കും എഴുതിയറിയിക്കേണ്ട വിലാസം: ജ്യോതി പ്രൊഡ്യൂസർ, ദേവാമൃതം, കൗമുദി TV, കൗമുദി ബിൽഡിംഗ്സ്, പേട്ട, തിരുവനന്തപുരം. ദേവാമൃതത്തിന്റെ മനോഹരമായ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു പുതുമ നിറഞ്ഞ അധ്യായമായി വീണ്ടും കണ്ടുമുട്ടാം എന്ന ശുഭപ്രതീക്ഷ ഇവിടെ വിടുവാങ്ങുന്നു. നന്ദി, നമസ്കാരം. മറക്കുന്നു നാം ഇന്നു നമ്മളെ തന്നെ, വേദാന്തമില്ലാത്ത നാൾ വഴിയിൽ അറിവിൻ്റെ ആ ദിവ്യ പ്രഭയായി ചൊരിയുന്നു ഗുരുവരുളാകുന്ന ദേവാമൃതം, ഗുരുവരുളാകുന്ന ദേവാമൃതം.